7,10,000 നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. പിന്നെ മാക്സിമം ലോൺ കൊടുക്കാം അല്ലേ? ഒരു 95% ലോൺ കൊടുക്കാം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ. കിലോമീറ്ററോ? 65,420 കിലോമീറ്റർ. അപ്പോൾ കറക്റ്റ് 65,400 സംതിങ് ഓടി. 23 മോഡൽ. സിംഗിൾ ഓണർ. GT ലൈൻ അല്ലേ? GT ലൈൻ. 8,45. 8,45,000 രൂപയ്ക്ക് ഒരു 8,45,000 രൂപയ്ക്ക് നമുക്ക് വെന്യൂ SX ഓപ്ഷൻസ് ഉണ്ടാക്കാം അല്ലേ? 10 ലക്ഷം 22 മോഡൽ. ആ നല്ലൊരു പ്രൈസ് ആണ്. അത് ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. 44,000 കിലോമീറ്റർ. ജെനുവിനാണോ? ജെനുവിനാണ്. ഇത് IMT ഒന്നുമല്ലല്ലോ? IMT ആണോ? ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡലാണ്. 21 മോഡൽ. ഡീസൽ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ, അതും സിംഗിൾ ഓണർ. ഷോറൂമിൽ കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മളെ കണ്ണിലുടക്കുന്ന ഒരു വാഹനം ടാറ്റ ടിയാഗോ. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ലോ കിലോമീറ്റർ ആൻഡ് ഹൈ ക്വാളിറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കാറെക്സ് കാലിക്കറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ സൂപ്പർ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ബ്ലാക്കിൻ്റെ ഒരു ചാകരനെയാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. അതും ജനപ്രിയ വാഹനങ്ങൾ, കിയ സെൽറ്റോസ്. ഇതൊക്കെ വെറും 39,000 കിലോമീറ്റർ മാത്രമായിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ പറയണമായിരിക്കും കേട്ടോ. ഇതൊക്കെ വെറും 9,000 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ തികച്ച് ഓടാത്ത വണ്ടി, ഷോറൂം കണ്ടീഷൻ. ഇനി വേണമെങ്കിൽ 45,000 കിലോമീറ്റർ മാത്രം ഓടിയ ക്രെറ്റകളുണ്ട്. അതുപോലെ തന്നെ അനവധി ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ, കമ്പനി വാറണ്ടി വില നിലനിൽക്കുന്ന വണ്ടികളാണ് നമ്മളെ കാറെക്സ് കാലിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി ഫുള്ള് വിവരങ്ങൾ അറിയണമെന്നില്ലേ? എന്നാൽ ബാക്കി ലാസ്റ്റ് വരണ്ട് കേട്ടോളി. നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ശരണ്യ മേഡാണ്. മേഡം, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഈ ഒരു ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇത് മീൻചന്ത മിനി ബൈപ്പാസിലാണ്, കാലിക്കറ്റ് മീൻചന്ത മിനി ബൈപ്പാസിലാണ് നമ്മുടെ കറക്റ്റ് ഷോറൂം വരുന്നത്. ഷോറൂമിന്റെ നെയിം കാറെക്സ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ ഇപ്പോൾ കറന്റ് അവൈലബിൾ ആണ്? 50 മുകളിൽ സ്റ്റോക്ക് ഉണ്ട്. മേഡം, നമ്മൾ മലയാളം മീഡിയ പ്രേക്ഷകരുണ്ട് വരുമ്പോൾ എന്താണ് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റുക? മാക്സിമം ഡിസ്കൗണ്ട്. അത് പോരാ, കാരണം റംസാൻ ആണ്. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഓഫർ പ്രതീക്ഷിച്ചിട്ടായിരിക്കും കാണാം. എന്തായാലും നല്ലൊരു ഓഫർ തന്നെ ആയിക്കോട്ടെ. മലയാളം മീഡിയന്റെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂവൽ കൊടുക്കാം. വലിയ വണ്ടി ആയിക്കോട്ടെ, ചെറിയ വണ്ടി, ഏത് വാഹനമാണെങ്കിലും ഫുൾ ടാങ്ക് ഫ്യൂവൽ അങ്ങോട്ട് അടിച്ചു തരും. അത് പോരെ? അപ്പൊ മേഡം, നമ്മൾ ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നല്ല വണ്ടികളാണ് ഉള്ളത്. അതിൽ കിലോമീറ്റർ വളരെ കുറവാണ്. ഫ്ലഡ് കാര്യങ്ങളായിട്ടുള്ള വണ്ടികൾ നമ്മൾ എടുക്കാറില്ല. ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. എന്തെങ്കിലും നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും? വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടികൾ നിലനിൽക്കുന്ന വാഹനങ്ങളാണെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സത്യാവസ്ഥ നോക്കാമല്ലോ. അപ്പൊ നമുക്ക് ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. കമോൺ ഗൈസ്, ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു കിയ സെൽറ്റോസിനെ പരിചയപ്പെടാം. അത് ബ്ലാക്ക് അട്രാക്റ്റീവ് കളർ അല്ലേ? ഓക്കെ, ഇത് കറക്റ്റ് എത്രയാണ് മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡലാണ്. 21 മോഡൽ. ഡീസൽ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ, അതും സിംഗിൾ ഓണർ വണ്ടി. 39,600 കിലോമീറ്റർ ആകെ 39,000 ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ ആണോ? ജെനുവിൻ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വാറണ്ടി എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ 1.5 GTX ആയിരുന്നു. GTX അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ലഭിക്കും. അത് മാത്രമല്ല ഡീസലില് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം മൈലേജ് തരുന്നൊരു വാഹനമാണ് അല്ലേ? സൺറൂഫ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ ലെതർ സീറ്റ് വരെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വാഹനം. അപ്പോൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്? 18,25,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? ഇതിന് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര റേറ്റ് ഉണ്ടാവും? 26 ലക്ഷം വരുന്നത്. 26ന്റെ അടുത്ത് വരും. അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വെന്യൂവിനെ പരിചയപ്പെടാം. അതും നിങ്ങൾ പറഞ്ഞു ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാന്ന് പറഞ്ഞു. 9,000 കിലോമീറ്റർ. ജെനുവിനാണോ? ജെനുവിനാണ്. ഇത് IMT ഒന്നുമല്ലല്ലോ? IMT ആണോ? ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ. DCT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? ഓക്കെ. ഇത് കറക്റ്റ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ അല്ലേ? ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 23 മോഡൽ അല്ലേ? 23 മോഡൽ, വെറും 9,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കീലെസ് എൻട്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്ന നല്ല ബ്ലാക്ക് കളർ ടെർബോ എഞ്ചിൻ വരുന്ന വാഹനം. നല്ല പവർഫുൾ എഞ്ചിൻ, SX എന്ന ഓപ്ഷൻ അല്ലേ? ഓക്കെ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 12,50,000 രൂപ. നമുക്ക് മാക്സിമം ലോൺ കിട്ടുമോ വണ്ടിക്ക്? കിട്ടില്ല. 90% കിട്ടുമോ? നല്ല ട്രാക്കും സിബിലുള്ളവർക്ക് മാക്സിമം ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രെറ്റ പരിചയപ്പെടാം. ഇത് പെട്രോൾ വേരിയന്റ് അല്ലേ? പെട്രോൾ വേരിയന്റ്. ഇത് മോഡൽ എത്രയാണ്?
2022 ഇയർ ആണ് വരുന്നത്. 22 മോഡൽ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ വരുന്നത് ഈ ഓപ്ഷൻ അല്ലേ? ഓക്കെ. പെട്രോൾ വേരിയന്റ് ആണ്. മൈലേജ് ഒരു 13 to 15 പ്രതീക്ഷ മതി. കിലോമീറ്റർ എത്രയാണ്? 44,000 കിലോമീറ്റർ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ഗ്യാരണ്ടി പറയാം. ഈ ഓപ്ഷൻ ആണ്, ബേസ് ആണ്. പക്ഷെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അലോയ് വീൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചർ നമുക്ക് വേണ്ട. പ്രൈസ് എത്രയാണ്? 10.5 ലക്ഷം. 22 മോഡൽ. അത് നല്ലൊരു പ്രൈസ് ആണ്. അത് ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. 44,000 കിലോമീറ്റർ മാത്രം ഓടിയ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി. ടയർ ആണെങ്കിൽ 4 കിഡിലൻ അലോയ് വീൽസ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തടിഞ്ഞ് പഴയ ക്രെറ്റ വേണ്ടവർക്ക് ലോ കിലോമീറ്റർ ഓടിയ പഴയ ക്രെറ്റ നമുക്ക് കൊടുക്കാം. ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ അല്ലേ? മോഡൽ എത്രയാണ്? മോഡൽ 2015 മോഡൽ. 15 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ്. സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ കറക്റ്റ് എത്ര ഓടിയില്ലേ? 79,600. നമ്മളെ ഈ ഷോറൂമിലുള്ള ഒട്ടുമിക്ക വാഹനങ്ങൾ ലോ കിലോമീറ്റർ അല്ലേ? ഇപ്പൊ 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ കൂടി വളരെ കുറവ് വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഫോളോവേഴ്സ് ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ ഷോറൂമിലേക്ക് പോകുന്നോളൂ. ഇവിടെയുള്ള 90% വാഹനങ്ങളും ലോ കിലോമീറ്റർ ആണ് കേട്ടോ. അത് ബ്ലാക്ക് കളർ കറക്റ്റ് നമ്മൾ കാണിക്കാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 15 നമ്മൾ പറയില്ല, അത്രയും ക്വാളിറ്റിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് AC ഒക്കെ വരുന്ന വണ്ടിയില്ലേ? ഓക്കെ. ഈ വാഹനത്തിന്റെ പ്രൈസ് എത്രയാണ്? 7,65,000 റുപ്യക്കോ? ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് അല്ലേ? ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന റേറ്റിൽ നമുക്ക് ക്രെറ്റ സ്വന്തമാക്കാം. അത് ബ്ലാക്ക് കളർ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സോണറ്റ് പരിചയപ്പെടാം. അതും 2023 മോഡൽ. സിംഗിൾ ഓണർ. GT ലൈൻ അല്ലേ? GT ലൈൻ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. ഓക്കെ. വണ്ടി എത്ര കിലോമീറ്റർ? 46,000. ജെനുവിൻ ഹിസ്റ്ററി അല്ലേ? ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. അപ്പോൾ ടെർബോ ആവാൻ ചാൻസ് ഉണ്ട്. ടെർബോ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും, സൺറൂഫ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് AC, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ, പാഡൽ ഷിഫ്റ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന 6 എയർ ബാഗ് വരെ വരുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് അല്ലേ? അപ്പോൾ എത്രയാണ് ഈ ഒരു മോഡലിന്? 12 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക്. നോർമൽ ഓട്ടോമാറ്റിക് ആണ്. ടെർബോ അല്ല കേട്ടോ, GT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് സോണറ്റിനെ പരിചയപ്പെടാം. ഇത് ലോ കിലോമീറ്റർ ആണോ? ലോ കിലോമീറ്റർ ആണ്. 26,000 കിലോമീറ്റർ. 26,000. ഓക്കെ. വെറും 26,000 മാത്രം ഓടിയ വണ്ടി. അത് സിംഗിൾ ഓണർ അല്ലേ? GT ലൈന്. ഇത് എത്ര മോഡൽ? 2023 മോഡൽ. സിംഗിൾ ഓണർ. IMT ഗിയർ ബോക്സ്. ഇനി നമുക്ക് ക്ലച്ച് ഔട്ടാൻ മടിയുള്ളവർക്ക് ഈ വണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അത് ക്ലൈമറ്റ് കൺട്രോൾ, AC തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഓക്കെ. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്ര? 12 ലക്ഷം അല്ലേ? മാക്സിമം ലോൺ കിട്ടുമോ? ഉറപ്പായിട്ടും. നല്ല സിബിലും ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അടുത്തായിട്ട് പവറിന് പവർ, സ്റ്റൈലിന് സ്റ്റൈല്, ലുക്ക് കാര്യങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു വണ്ടി സ്കോഡ കുഷാക്ക് അല്ലേ? ഓക്കെ. ഇത് എത്ര മോഡല്? 2022 മോഡൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ അല്ലേ? വണ്ടി നിലവിൽ എത്രയാണ് ഇപ്പോൾ കിലോമീറ്റർ? കറക്റ്റ് കിലോമീറ്റർ 28,000 കിലോമീറ്റർ. 28,000. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. കുഷാക്ക് എന്നാണ് വാഹനത്തിന്റെ പേര്. സ്കോഡ കുഷാക്ക് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സ്, ഇത് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക പ്രീമിയം വണ്ടി അല്ലേ? ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡ് ആയാലും ഇതിന്റെ സ്റ്റിയറിംഗ് ആയാലും ഒരു പ്രത്യേക ഒരു വൈബ് തരുന്നൊരു വാഹനമാണ്. അതും ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് പിന്നെ നോക്കേണ്ട, ഒരു 10ന്റെ ഉള്ളിൽ നമുക്ക് പ്രതീക്ഷ മതി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 12,75. പുതിയ എന്ത് വില ഉണ്ടാവും? ഏകദേശം 20ന്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചോദിക്കണ വെറും 12 ലക്ഷത്തി. അത് 22 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ന്യൂ വാഹനം ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വെന്യൂ പരിചയപ്പെടാം അല്ലേ? ഓക്കെ. അതും നല്ല അട്രാക്റ്റീവ് റെഡ് കളർ, പ്യുവർ റെഡ് കളർ വരുന്ന വണ്ടി. ഓക്കെ. ഇത് എത്ര കറക്റ്റ് മോഡൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ കിലോമീറ്റർ? 22 മോഡൽ. ഇത് കറക്റ്റ് എത്ര കിലോമീറ്റർ ഓടിയ? 26,550 കിലോമീറ്റർ മാത്രം ഓടിയ വെന്യൂ. പെട്രോളോ ഡീസലാ? പെട്രോൾ വേരിയന്റ് അല്ലേ? ഒരു മൈലേജ് നമുക്കൊരു 15 ആ ഒരു റേഞ്ച് പ്രതീക്ഷ മതി. അതും ടെർബോ എഞ്ചിൻ SX ആണ്. പവർ നല്ല പവർ ഉണ്ടാവും. SX ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, AC, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗുകൾ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരെ വരുന്ന വണ്ടി. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് നമ്മൾ ഈ മുതലിന്? 8,45,000 റുപ്യക്ക്. ഒരു 8,45,000 റുപ്യക്ക് നമുക്ക് വെന്യൂ SX ഓപ്ഷൻസ് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. മാക്സിമം ലോൺ കിട്ടൂലേ? നല്ല ട്രാക്ക് സിബിലുള്ളവർക്ക് മാക്സിമം ലോൺ കിട്ടും. നെക്സ്റ്റ് ആയിട്ട് സെഡാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനായിട്ടൊരു ഏരിയ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആദ്യം നമുക്ക് റെഡ് കളറിൽ വരുന്ന വെർണ തന്നെ പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2021 മോഡൽ. പെട്രോളോ ഡീസലാ? ഡീസലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലാണല്ലേ? അപ്പോൾ നല്ല കിലോമീറ്റർ ഓടിണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, 60,000 കിലോമീറ്റർ. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇത് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി മെയിൻറ്റെയിൻ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും മേജർ ആക്സിഡന്റോ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നും. ഓപ്ഷൻ ഏതായിരുന്നു? S+ ആണ് ഓപ്ഷൻ. അലോയ് വീല് നമുക്ക് ഒരു അലോയ് ടൈപ്പ് ഒരു വീലാണ് വരുന്നത്. കറക്റ്റ് അലോയ് വീലല്ല അത് കേട്ടോ. ടയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 80% ടയർ കാറിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഫീച്ചേഴ്സ്, ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ AC, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ, അത്ര ഫീച്ചേഴ്സ് കാറിൽ വരുന്ന ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ റേറ്റ് നമുക്ക് എന്താ ചോദിക്കണം? 10-20 അല്ലേ? ഓക്കെ, 10-20 പുതിയതിന് ഏകദേശം ഒരു 18, ഒരു 15 ആ റേഞ്ച് വരുന്നുണ്ട്. മാത്രമല്ല ഈ വണ്ടിക്ക് മൈലേജ് ഏകദേശം 20 അടുപ്പിച്ച് മൈലേജ് കിട്ടും കേട്ടോ. ഡീസൽ ഇപ്പോൾ ഇറങ്ങുന്നില്ലല്ലോ? ഇല്ല, ഇപ്പോൾ ഇറങ്ങുന്നില്ല. മാക്സിമം ലോൺ കിട്ടൂലേ? മാക്സിമം ലോൺ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സിയാസ് പരിചയപ്പെടാം. അതും നമ്മുടെ ഹൈബ്രിഡ് ആണ്, പെട്രോൾ ഹൈബ്രിഡ് ആണ് വരുന്നത്. മാരുതിൻ്റെ പ്രീമിയം വെഹിക്കിൾ ആണ്, അതും ഓട്ടോമാറ്റിക് അല്ലേ? ഇത് എത്ര മോഡൽ? 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ. കിലോമീറ്ററോ? 65,420 കിലോമീറ്റർ. ഇപ്പോൾ കറക്റ്റ് 65,400 സംതിങ് ഓടിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഹൈബ്രിഡും ആണ്, അത്യാവശ്യം മൈലേജും കിട്ടും. ടയർ നോക്കുകയാണെങ്കിൽ 4 കിഡിലൻ അലോയ് വീൽസ്, കമ്പനി അലോയ് വീൽസ് കൊടുക്കുന്നൊരു വണ്ടി കേട്ടോ. ഓക്കെ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും പക്കാ പ്രീമിയം ആണ് വണ്ടി കാണാൻ തന്നെ. കീലെസ് എൻട്രി, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ടയർ എത്ര ശതമാനം? ഏകദേശം ഒരു 100% പറഞ്ഞൂടെ നമുക്ക്? 100% ടയർ എന്ന് പറയാം. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതിന് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്നത്? 9,30,000. 9:30. ഇത് പുതിയത് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 15 ആ റേഞ്ച് വരും അല്ലേ? 15 ലക്ഷം. പെട്രോൾ ഹൈബ്രിഡ് ആണ്, 15 ലക്ഷത്തോളം റേറ്റ് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ മാക്സിമം ലോൺ കിട്ടും. ഓക്കെ. ഇനി ഓട്ടോമാറ്റിക് വെഹിക്കിൾ നോക്കുന്നവർക്ക് ലോ മെയിൻ്റെനൻസ് ആൻഡ് ലോ കിലോമീറ്റർ വാഹനം നമുക്ക് കൊടുക്കാം. സ്വിഫ്റ്റ്, അതും റെഡ് കളറിൽ വരുന്ന വണ്ടി. ഇത് എത്ര മോഡൽ? 2022 26,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. 26,000 അല്ലേ? സിംഗിൾ ഓണർ. കറക്റ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും റീപ്ലേസ് ആയിട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. VXI വേരിയന്റ് അല്ലേ? സെക്കൻഡ് വേരിയന്റ് ആണ്. ഇപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ക്ലൈമറ്റ് നോർമൽ AC ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ബേസിക് ഫീച്ചേഴ്സ് കൊടുക്കുന്നൊരു വണ്ടി. ഓക്കെ. ഇപ്പോൾ ഈ ലോ മെയിൻ്റെനൻസ് ലേഡീസൊക്കെ സുഖമായിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ വാഹനമാണ്. ഇതിന് എത്രയാണ് എക്സ്പെരിയൻസ്? 7,70,000. 7,20 ലോൺ. 7,70. ഓക്കെ. നമുക്ക് എത്ര ലോൺ കിട്ടും? മാക്സിമം ലോൺ 90% കിട്ടും. മാക്സിമം ലോൺ കിട്ടും. പുതിയതിന് ഏകദേശം ഒരു 10 അടുപ്പിച്ച് അറേഞ്ച് വരുന്ന പ്രൈസുള്ളൊരു വാഹനം കൂടിയാണ്. മാക്സിമം ലോൺ ലഭിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് WRV പരിചയപ്പെടാം. ഇനിയിപ്പോൾ സൺറൂഫ് ഉള്ള വണ്ടി ആരെങ്കിലും ലോ പ്രൈസിൽ നോക്കുന്നുണ്ടെങ്കിൽ ലോ മെയിൻ്റെനൻസ് ഉള്ള ഹോണ്ടൻ്റെ WRVനെ പരിചയപ്പെടാം. ഇത് കറക്റ്റ് എത്ര മോഡൽ? 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ പെട്രോൾ. കറക്റ്റ് എത്ര? 48,000. ജെനുവിൻ ഹിസ്റ്ററി അല്ലേ? 18 മോഡലാണ്. 18നെ അപേക്ഷിച്ച് ലോ കിലോമീറ്റർ ആണ്. സൺറൂഫ് തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന 4 80% ടയേഴ്സ് വരുന്ന ഒരു വണ്ടി. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 7,10,000. നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. പിന്നെ മാക്സിമം ലോൺ കൊടുക്കാം അല്ലേ? ഒരു 95% ലോൺ കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഞ്ച് പരിചയപ്പെടാം. പഞ്ച്, അത് 4 കിഡിലൻ അലോയ് വീൽസ് ഒക്കെ ഇട്ട വണ്ടി അല്ലേ? ഓക്കെ. ഇത് കറക്റ്റ് മോഡൽ, അതുപോലെ തന്നെ കിലോമീറ്റർ, ഓണർഷിപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരുമോ? 2022 മോഡലാണ്. 22 മോഡൽ. ഓണർഷിപ്പിൽ പെട്രോൾ 48,000 കിലോമീറ്റർ. 48,000 അല്ലേ? മൈലേജ് നമുക്കൊരു 15ന്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചാൽ മതി. ഡുവൽ ടോൺ ആണ് വാഹനം വരുന്നത്. അതും 4 കിഡിലൻ അലോയ് വീൽസ് ചെയ്തോണ്ട് അല്ലേ? ഓക്കെ. വണ്ടി എന്തെങ്കിലും റീപ്ലേസോ ആക്സിഡന്റ് എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. 6,30 ആണ് ചോദിക്കുന്നത്. 6,30 അല്ലേ? 6,30,000 രൂപക്ക് നമുക്കൊരു പഞ്ച് സ്വന്തം, ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്ക് സുഖമായിട്ട് എടുത്ത് കൊണ്ടുനടക്കാം. ഓക്കെ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല ക്വാളിറ്റി തന്നെയാണ്. നമുക്കൊരു നെഗറ്റീവ് പറയാനില്ല. കറക്റ്റ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്താൽ വണ്ടിയാണ് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക്കും ആണ് അല്ലേ? ഓക്കെ. നല്ലൊരു പ്രൈസാണ്. അപ്പോൾ ലോ പ്രൈസിൽ ആരെങ്കിലും ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ പഞ്ച് നമുക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മഞ്ഞക്കിളി. ഈ ഷോറൂമിൽ കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മളെ കണ്ണിലുടക്കുന്ന ഒരു വാഹനം ടാറ്റ ടിയാഗോ. ഇത് കറക്റ്റ് ഡീറ്റെയിൽസ്, മോഡൽ, അതുപോലെ തന്നെ കിലോമീറ്റർ, ഓണർഷിപ്പ്, റീപ്ലേസ് ഉണ്ടോ ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ വെഹിക്കിൾ ആണ്. 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി അവൈലബിൾ ആണ്. മഞ്ഞ കളറാണ്. 4 കിഡിലൻ അലോയ് വീൽസ്, അതുപോലെ തന്നെ ടയർ കാര്യങ്ങൾ ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളും വരുന്നുണ്ട്.
ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോ നമുക്ക് AC വെന്റുകളൊക്കെ ഒരു യെല്ലോ ടൈപ്പാണ് കസ്റ്റം ചെയ്തിട്ടുള്ളത്. ഓക്കെ, എത്രയാണ് എക്സ്പീരിയൻസ് പ്രൈസ്? 5,30,000 രൂപ. ഓക്കെ, നല്ലൊരു പ്രൈസ് ആട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഓക്കെ, മാക്സിമം ലോൺ കിട്ടില്ല നമുക്ക് ഈ പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് ജാസ്. കമ്പനി നിർത്തിയിട്ടും ഇപ്പോഴും ആവശ്യക്കാരുള്ള ഒരു വണ്ടി. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് അത്യാവശ്യം ലഭിക്കുന്ന ഒരു വണ്ടി കേട്ടോ. ഓക്കെ, മാത്രമല്ല മെയിൻ്റെനൻസ് കുറവാണ് ഹോണ്ടൻ്റെ വണ്ടിയായിട്ട്. കറക്റ്റ് എത്ര മോഡൽ വരും? 2017 സിംഗിൾ ഓണർഷിപ്പിൽ. സിംഗിൾ ഓണർ. 52,700 കിലോമീറ്റർ. ജെനുവിൻ ആണോ? എന്തെങ്കിലും മേജർ മൈനർ കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയില്ലേ? ഓക്കെ, ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല സീറ്റ് ഹവേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ, AC, 4 ഡോർ, പവർ വിൻഡോ തുടങ്ങിയ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനം അല്ലേ? എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 5,10,000. നമുക്ക് ലോൺ എത്ര കിട്ടും? 90% കിട്ടും. നല്ല ട്രാക്ക് സിബിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കൊണ്ടുകൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു മറാസോ 7 സീറ്റർ കാണുന്നുണ്ട്. ചെറിയ പ്രൈസിൽ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? കറക്റ്റ് മോഡൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? 2018 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി. ഡീസൽ 60,000 കിലോമീറ്റർ. ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടും നമുക്ക്? ഡീസൽ അതിനെക്കൊണ്ട് തന്നെ ഒരു 16-17 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. ഒരു ഇന്നോവക്ക് എടുക്കണവർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി. അത്യാവശ്യം മൈലേജ് കിട്ടും, യാത്ര കംഫർട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ? അല്ല, സെക്കൻഡ് ഓണർ. ഓക്കെ, റീപ്ലേസ് മേജർ എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, നോർമൽ മാനുവൽ AC ആണ് വരുന്നത്. 8 സീറ്റാണ് വാഹനം, 7 സീറ്റർ അല്ല കേട്ടോ. ഒരു വലിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഉറപ്പായിട്ടും. എത്ര കൊടുക്കാം? 7,90. 7,90 കൊടുക്കാം. 18 മോഡൽ വണ്ടി അല്ലേ? 7,90,000 മാക്സിമം ലോണ്. ഓക്കെ, ഡീസലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ലോ കിലോമീറ്റർ എപ്പിസോഡ്? നമ്മൾ ഈ ഒരു പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ ആണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൈസ് എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ മാഡം നമ്മളെ മലയാളി മീഡിയ പ്രേക്ഷകരോട് വരുമ്പോൾ മാക്സിമം നമ്മൾ പറഞ്ഞ ഓഫർ എന്തായാലും കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞ ഒരു ഫുൾ ടാങ്ക് ഫ്യൂൽ ആയിക്കോട്ടെ, പ്രൈസിന്റെ കാര്യം ആയിക്കോട്ടെ, മാക്സിമം റേറ്റിന്റെ കാര്യത്തിൽ ഇവിടുന്ന് ആരും തെറ്റിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോ. മീഞ്ചന്ത മിനി ബൈപ്പാസിലെ കാരക് ഷോറൂം. കാലിക്കറ്റ് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലാണ്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു ലോ കിലോമീറ്ററിന്റെ ഹൈ ക്വാളിറ്റി എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.